ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നാളുകളായി നാം വചനം ധ്യാനിക്കുകയാണ്. എത്ര ധ്യാനിച്ചാലും എത്ര കേട്ടാലും മതി വരാത്തതാണ് ദൈവവചനം. മതി വരികയില്ല. എത്രമാത്രം കേട്ടാലും ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ, മെസ്സേജുകൾ, സന്ദേശങ്ങൾ നാം കേട്ടാലും നമുക്ക് ഒരു മടുപ്പും തോന്നുകയില്ല. അതാണ് വചനത്തിൻ്റെ പുതുമ, വചനത്തിൻ്റെ ശക്തി, വചനത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം. വർഷങ്ങളായി വചനം കേൾക്കുന്നവർക്ക് പിന്നെയും ആഗ്രഹമാണ് ഈ വചനം കേൾക്കണം, വചനം കേൾക്കണം, അല്ലേ? വിഷയം ഒന്ന് തന്നെയാണ്. വിഷയം യേശുക്രിസ്തുവാണ്. വിഷയം സ്വർഗരാജ്യമാണ്, നിത്യതയാണ്. വിഷയം പാപമോചനമാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ക്രോഡീകരിച്ചാൽ നിത്യ നരകത്തിൽ നിന്നും നിത്യ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ദൈവിക സന്ദേശം. അതിന് കർത്താവായ യേശുക്രിസ്തു ചെയ്തതായ കാൽവറിയിലെ യാഗം, തൻ്റെ യാഗത്താൽ നിത്യനാശത്തിൽ കിടക്കുന്ന മനുഷ്യനെ നിത്യജീവനിലേക്ക് എത്തിക്കുമെന്നുള്ള ദിവ്യ സന്ദേശം, ഏതു പാപിക്കും രക്ഷയുണ്ടെന്നുള്ളതായ സത്യസുവിശേഷം. വിഷയത്രയേ ഉള്ളൂ. പക്ഷേ ആ വിഷയത്തോട് ചേർന്ന് എന്തുമാത്രം കാര്യങ്ങൾ. ഞാൻ അത്ഭുതത്തോടെയാണ് ഈ ഒരു ചെറിയ ബുക്ക്, 66 പുസ്തകങ്ങൾ മാത്രമുള്ളതായ ഈ ബൈബിൾ അതിനെ കാണുന്നത്. 66 ബുക്കുകളുണ്ട്. 1500 വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് എഴുതി. പക്ഷെ ഇതെല്ലാം ക്രോഡീകരിച്ച് അതൊരു ബുക്കായി തീർന്നു. ആരാണിതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്? നിത്യനായ ദൈവം, ജീവനുള്ള ക്രിസ്തു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാം ചെയ്തു. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ വാക്കുകളിലും ഓരോ അക്ഷരങ്ങളിലും ദിവ്യ ജീവൻ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് എത്ര കേട്ടാലും നമുക്ക് മടുപ്പ് വരികയില്ല. ഇന്നലെ കേട്ടു, ഇന്നും കേൾക്കാനുള്ള ദാഹം. എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ വളരെ പ്രായമുള്ള, അതായത് ഏതാണ്ട് 87 വയസ്സോളമായി ഞങ്ങളുടെ പിതാവിന്, 85 വയസ്സോളമായി ഞങ്ങളുടെ മാതാവിന്. അത്രയും പ്രായമുണ്ട്. ശരീരത്തിൽ ചില ക്ഷീണങ്ങളുണ്ട്, അല്പാൽപമായ ചില രോഗത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവർ വചനം കേൾക്കാൻ ദാഹിക്കുന്നത് ഞാൻ കാണാറുണ്ട്. വചനം കേൾക്കാൻ, വചന ശുശ്രൂഷ എവിടെയുണ്ടോ അവിടെ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. വചനമില്ലാത്ത ദിവസങ്ങളിൽ ക്ഷീണിതരായി, പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ക്ഷീണിതനായി കിടക്കും. പക്ഷേ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് കേട്ടാൽ വളരെ ഉത്സാഹമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസത്തിലെയും 2ാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ ഹാളിൽ ഒരു ശുശ്രൂഷ തുടങ്ങിയാൽ മൂവാറ്റുപുഴ KSRTCയിൽ നിന്ന് MC റോഡ് വഴി ഒരു 250-300 മീറ്റർ പോയാൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രെയർ ഹാളുണ്ട്. അവിടെ വൈകിട്ട് 6 മണിക്ക് ശുശ്രൂഷ തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പിന് 6 മണിക്ക് തീരുകയുള്ളൂ. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയാണ്. അവിടെ ഞങ്ങളുടെ മാതാപിതാക്കൾ വരും. അധിക സമയമൊന്നും എഴുന്നേറ്റ് പുറത്തു പോകുകയില്ല. അവർ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കും. വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ഇരുന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കും. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, വചനത്തോടൊരു ദാഹമുള്ളത് നല്ല ലക്ഷണമാണ്. വിശപ്പ് എന്ന് പറയും, ആത്മീക വിശപ്പ്. സ്തോത്രം. ഒരു ഡോക്ടറെ നാം കാണാൻ പോയാൽ, ഒരു രോഗമായി കാണാൻ പോയാൽ ആദ്യമേ തന്നെ നല്ല ഡോക്ടേഴ്സ് ചോദിക്കും, വിശപ്പുണ്ടോ, ദാഹമുണ്ടോ? നമ്മുടെ ശരീരത്തിന് വിശപ്പുണ്ടെങ്കിൽ, ദാഹമുണ്ടെങ്കിൽ അത് ആരോഗ്യമുള്ള ശരീരമാണെന്ന് ഡോക്ടേഴ്സ് പറയും, മെഡിക്കൽ സയൻസ് പറയും. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിൽ വചനം കേൾക്കാനുള്ള ദാഹം, കൂട്ടായ്മ കൂടാനുള്ളതായ ദാഹം, ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ അതിലേക്ക് ഓടി വരാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നതായ ഒരു അനുഭവം, അത് ആത്മീക ദാഹമാണ്. ആത്മീക ദാഹം ആത്മീക ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ആത്മാവിൽ നല്ല ആരോഗ്യം, നല്ല ആത്മാവിൽ നല്ല ചൈതന്യം, ആത്മാവിൽ നല്ല തീഷ്ണതയുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. എന്നാൽ ഇന്ന് വചനം കേൾക്കാൻ എത്രയോ ആളുകളെ പലവട്ടം ക്ഷണിച്ചാലും അവർ തിരിഞ്ഞു നോക്കുകയില്ല. ഈ ലോകത്തിലെ ഏത് കാര്യത്തിനും എത്ര റിസ്ക് എടുത്തും ആളുകൾ പോകും, എത്ര ദൂരെ സഞ്ചരിച്ചും പോകും. കർത്താവിന് സ്തോത്രം. കാലിൽ ചെരുപ്പ് പോലും ഇടാതെ പല കാര്യങ്ങൾക്ക് വേണ്ടി തീ പൊള്ളുന്ന വെയിലത്ത് റോഡിലൂടെ നടന്ന ആളുകൾ പോകും. എന്നാൽ വചനത്തിലേക്ക് വരാൻ വിളിച്ചാൽ പലരും വരികയില്ല. കാരണം ഈ വചനം കേട്ടാൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് പിശാചിനറിയാം.
അതുകൊണ്ട് വചനം കേൾക്കാൻ വരാതെ അവരെ തടുക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെയും എളിമയോടെയും നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ പോകണം. അല്പം റിസ്ക് എടുത്ത് പോകണം. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വായ്പ വാങ്ങിപ്പോകണം. എൻ്റെ അമ്മ ആദ്യമായി ദൈവത്തിന് വചനം കേൾക്കാൻ പോയത് കയ്യിൽ വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടായിരുന്നില്ല, 10 രൂപ ഉണ്ടായിരുന്നില്ല. കർത്താവിന് സ്തോത്രം. വായ്പ വാങ്ങിയ 10 രൂപ കൊണ്ട് സ്വന്തമായി നല്ലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അയലക്കത്തെ വീട്ടിൽ നിന്നും മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളമുണ്ട് വായ്പ വാങ്ങി കൊടുത്തുകൊണ്ടാണ് എൻ്റെ അമ്മ ആദ്യമായി സുവിശേഷം കേൾക്കാൻ പോയത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സുവിശേഷം നമ്മെ താഴ്ത്തിക്കളയുന്നതല്ല, നമ്മെ ഉയർത്തുന്നതാണ്. ഇന്ന് എൻ്റെ സഹോദരൻ്റെ ഉടമസ്ഥതയിൽ മൂവാറ്റുപുഴയിൽ നടത്തുന്ന സ്ഥാപനം കഴിഞ്ഞ 38 വർഷങ്ങൾ കഴിഞ്ഞ് 39 വർഷമാകാറായി. ആ സ്ഥാപനം ഇന്ന് 4500 എംപ്ലോയീസുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. കോടിക്കണക്കിന് രൂപ വേണം ഒരു മാസം അവിടെ ശമ്പളം കൊടുക്കാൻ. 10 രൂപ വായ്പ വാങ്ങിയ ഞങ്ങളുടെ അമ്മ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ പോയത് നഷ്ടമായില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ സുവിശേഷം കേൾക്കാൻ പോയാൽ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഒന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങളുടെ കാര്യം കർത്താവ് നോക്കും. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ കാര്യത്തിലൊരു നീക്കുപോക്ക് തരും. മകനെ, നീ വലയാൻ ദൈവം അനുവദിക്കുകയില്ല. നീ വലയാൻ തുടങ്ങുമ്പോഴേക്കും കർത്താവ് നിനക്ക് പുതിയ വഴി തുറന്നു തരും. വാസ്തവമായി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്താൽ അവരുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കുമെന്ന് ഞാൻ നിർണയമായി എൻ്റെ അനുഭവത്തോട് ചേർന്ന് പറയാം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാനിപ്പോൾ അധികം പറയുന്നില്ല. യൂട്യൂബിൽ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഭവം ഞാൻ തന്നെ പറഞ്ഞ്, എൻ്റെ സഹോദരൻ പറഞ്ഞെല്ലാം പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് തിരുവചനത്തിലേക്ക് ഞാൻ വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ്, ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആഴത്തിൽ പറഞ്ഞു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുതൽ തുടങ്ങി ഇങ്ങോട്ട് വായിക്കുമ്പോൾ ആ അധ്യായങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വലിയ ആത്മീക സത്യങ്ങളാണ്, ആത്മീക മർമ്മങ്ങളാണ്, ആത്മീക പകർച്ചകളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. വരാൻ പോകുന്ന ചില സംഭവങ്ങൾ, വരാൻ പോകുന്ന ചില അനുഭവങ്ങൾ, അവർ കടന്നു പോകേണ്ടതായ ചില പ്രതിസന്ധികൾ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് അവർക്ക് നൽകാൻ പോകുന്ന, അവർക്ക് ലഭിക്കാൻ പോകുന്ന ചില നന്മകളെക്കുറിച്ച് പറയുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. 22-ാം വാക്യം, അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ദുഃഖത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം, ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ലഭിക്കുന്ന സന്തോഷം, ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പെയിനാണ് പ്രസവ വേദന. പ്രസവിച്ച സ്ത്രീകൾക്കറിയാം ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ വേദന. അതിനെക്കുറിച്ചൊരു കണക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നത് സാധാരണ നമുക്ക് വരുന്ന ഒരു വേദനയുടെ, ഏറ്റവും സിവിയർ വേദനയുടെ എത്രയോ മടങ്ങാണ് പ്രസവ വേദന. എന്നാൽ ആ വേദനയിലൂടെ ഒരു അമ്മ കടന്നു പോകുമ്പോൾ അവൾക്കുള്ള പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഞാൻ ഈ വേദന അനുഭവിക്കുമ്പോഴും എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നുള്ളത്. കർത്താവിന് സ്തോത്രം. ആ വേദന അനുഭവിക്കുന്ന അമ്മ ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തൻ്റെ വേദന മറന്നു പോകുന്നുവെന്ന്. യേശുക്രിസ്തു എന്താണ് ഈ കാര്യം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വേദന അനുഭവിച്ചു. ക്രൂശിൽ അനുഭവിച്ച വേദന, കർത്താവിൻ്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകളും, കർത്താവിനെ അടിച്ചു, മുഷ്ടിയുരുട്ടി അടിച്ചു, കോൽ കൊണ്ട് അടിച്ചു. അത് മാത്രമായിരുന്നില്ല, അത് തന്നെ അതീവം കഠോരമായിരുന്നു, അതീവ തീവ്രതയേറിയതായിരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിനെ അടിച്ച ചാട്ട, ആ ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ ചാട്ടയുടെ അറ്റത്ത് ഘടിപ്പിച്ചിരുന്നതായ ചൂണ്ടക്കൊളുത്ത് പോലുള്ളതായ മെറ്റൽ ഭാഗം കൊണ്ട് ശരീരത്തിൽ നിന്നും മാംസങ്ങൾ വലിച്ച് കീറപ്പെട്ടു. എന്തുമാത്രം വേദന!
എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചിട്ട് കോൽ കൊണ്ടടിച്ചു. തലയോട്ടി പിളർന്ന് നെറ്റിത്തടം പിളർന്ന് ആ മുള്ളിൻ്റെ അഗ്രം പുറത്തേക്ക് വന്നു. സഹിക്കാൻ കഴിയാത്ത വേദന. കർത്താവിന് സ്തോത്രം. മുഷ്ടി ചുരുട്ടി കുത്തി. നിന്നെ ഇടിച്ചത് ആരെന്ന് പറയാൻ പറഞ്ഞു. ശരീരത്തിൽ ഒരു മനുഷ്യനേൽക്കാവുന്നതിൻ്റെ അപ്പുറമുള്ള വേദന യേശു ഏറ്റു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിലും വലിയ വേദനയായിരുന്നു കർത്താവ് മനസ്സിലേറ്റ വേദന. അതുവരെയും കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. കർത്താവ് അനേക നന്മകളും വലിയ അത്ഭുതങ്ങളെല്ലാം ചെയ്തു. അനേകായിരങ്ങൾ യേശുവിലേക്ക് വന്നു. എന്നാൽ അവരുടെ കാണുകയാണ് യേശുവിനെ നിന്ദിച്ചത്, യേശുവിനെ തുപ്പിയത്, ഒരു നിസ്സാരനെ പോലെ ആക്കിയത്, അർത്ഥനഗ്നനാക്കിയത്. ഹേ, ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഇരുവശത്തുമായി ക്രൂശിച്ച കള്ളന്മാരും യേശുവിനെ ദുഷിച്ചു, തുപ്പി, നിന്ദിച്ചു. എല്ലാവരും കാണുവാൻ തക്കവണ്ണം യേശുവിനെ ഒരു കാൽവരിയുടെ മലയിൽ യേശുവിനെ ക്രൂശിച്ചു. എല്ലാവർക്കും കാണാം. വഴിയിലൂടെ കടന്നു പോകുന്നവർ അവർ തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞ് വീമ്പിളക്കിയവനെ, നീ നിന്നെ തന്നെ രക്ഷിച്ചിറങ്ങി വാ. എന്തെല്ലാം പറഞ്ഞു. മനസ്സിലേറ്റ ആക്ഷേപം, മനസ്സിലേറ്റ പീഡ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദുഃഖങ്ങളിലൂടെ എല്ലാം കർത്താവ് കടന്നുപോയത് എന്തിനാണ്? നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ. ഈ സത്യമായൊരു കാഴ്ചപ്പാട് നിങ്ങൾ കണ്ടാൽ ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം മാറും. മകനെ, നിൻ്റെ ദുഃഖത്തിന് കാരണം സമ്പത്തില്ലാത്തതല്ല. മകനെ, നിൻ്റെ ദുഃഖത്തിന് കാരണം ആരോഗ്യമില്ലാത്തതുമല്ല. മകനെ, നിൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ ദുഃഖം ഒന്ന് ഏറ്റെടുക്കാൻ ആരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്ന ആ ചിന്താഗതിയുമല്ല. നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം യേശുവില്ലാത്തതാണ്. യേശു നിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നാൽ നിൻ്റെ ദുഃഖം മാറും. ആ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, നമുക്ക് സന്തോഷം തരാനാണ് യേശു ഈ പീഡയേറ്റത്, പങ്കപ്പാടേറ്റത്, നിന്നയേറ്റത്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടോർച്ചർ. ശരീരത്തിലേറ്റ പീഡ മാത്രമല്ല, മനസ്സിലേറ്റ പീഡ. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് വലിയ പരിചയമുള്ളവരും കൂട്ടുകാരും സ്നേഹിതരുമായ അനേകരുടെ മുമ്പിൽ നിങ്ങളെ നിസ്സഹായരായി അർത്ഥനഗ്നരായിട്ട് നിങ്ങളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ തല കുനിഞ്ഞു പോകും, ഇല്ലേ? നമ്മുടെ തല കുനിഞ്ഞു പോകും. യേശുവിനെ അങ്ങനെയെല്ലാം ചെയ്തു. യഹൂദ പ്രമാണികൾ, റോമൻ പടയാളികൾ, മഹാപുരോഹിതന്മാർ, സദൂക്യർ, അങ്ങനെ എല്ലാവരും ആക്ഷേപിച്ചു. അന്ന് യേശുവിനെ മാറി മാറി വിസ്തരിച്ച ഹെരോദ രാജാവും കയ്യാഫും കന്നാവും എല്ലാം യേശുവിനെ ആക്ഷേപിച്ചു. യേശുവിന് ഫൈനൽ ശിക്ഷ വിധിച്ചതായ പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. യേശുവിന് ന്യായം കിട്ടിയില്ല. അങ്ങനെ എല്ലാ പീഡകളും യേശുവേറ്റു. ഒരു സ്ത്രീ തൻ്റെ ശരീരത്തിൽ പ്രസവവേദന ഏൽക്കുന്നതിലും കൂടുതലായ വേദന യേശുവേറ്റു. എന്നാൽ യേശുവിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എബ്രായ ലേഖനകർത്താവ് എഴുതി, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഇത്രമാത്രം പീഡയേറ്റത് എന്തിനാണെന്നറിയാമോ? നാം രക്ഷിക്കപ്പെടും എന്നുള്ളതായ വലിയ സന്തോഷം യേശു കണ്ടുകൊണ്ടാണ് ഇത് ഏറ്റത്. യേശുവിന് ആ പീഡയെല്ലാം വഹിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ആ വേദനയെല്ലാം സഹിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മകനെ, നീ രക്ഷിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. എന്നാൽ മകനെ, നീ രക്ഷിക്കപ്പെടാതെ ഈ രക്ഷ അനുഭവിക്കാതെ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നിന്നെ നോക്കി ദുഃഖിക്കുന്നൊരു യേശു ഉണ്ടെന്ന് നീ അറിയുക. മകളെ, പാപത്തിൽ ജീവിക്കുന്ന മകളെ, പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന യൗവനക്കാര, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നോക്കി യേശു ദുഃഖിക്കുന്നു. കാരണം യേശുവിന് പ്രതീക്ഷയുണ്ടായിരുന്നു ക്രൂശിലേക്ക് പോയപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന്. എന്നാൽ ഇന്ന് രക്ഷയിലേക്ക് വന്നില്ല. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ രക്ഷയിലേക്ക് വന്നാൽ സ്വർഗ്ഗം സന്തോഷിക്കും, യേശു സന്തോഷിക്കും, മാലാഖമാർ സന്തോഷിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തു കാൽവറിയിൽ നേടിത്തന്ന രക്ഷയിലേക്ക് കടന്നു വരണം. അപ്പോൾ സ്വർഗം സന്തോഷിക്കും, യേശു സന്തോഷിക്കും, നിങ്ങൾക്കും സന്തോഷം കിട്ടും. ഹല്ലേലൂയ. സന്തോഷത്തിന് മറ്റ് കുറുക്കു വഴികളില്ല. യേശുവിലേക്ക് വരിക, രക്ഷയിലേക്ക് വരിക, രക്ഷിക്കപ്പെടുക, മാനസാന്തരത്തിലേക്ക് വരിക. കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്ന ആ വലിയ വിടുതൽ, വലിയ വിമോചനം, അത് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതാനന്ദം കൊണ്ട് തുള്ളും.
നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും. നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ഉള്ളിലും സന്തോഷം ഒരുപോലെ കളിയാടും. കാരണം ഈ ദുഃഖം മുഴുവൻ രക്ഷ വരുമ്പോൾ തുടച്ചു നീക്കപ്പെടുകയാണ്. ഹല്ലേലൂയ! അതൊരു ആത്മീയ അനുഭവമാണ്. അത് തരാനാണ് കാൽവറിയിൽ യേശു മരിച്ചത്, കാൽവറിയിൽ യേശു പീഡയേറ്റത്. ഒരു സ്ത്രീ പ്രസവവേദന എടുക്കുമെങ്കിലും അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് അവൾ സന്തോഷിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും സന്തോഷിക്കാൻ ഇടയാകും. സന്തോഷം കർത്താവ് തരും. ആ കാൽവറിയിൽ നേടിയതായ സന്തോഷം ലഭിപ്പാൻ നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ, രക്ഷയിലേക്ക് കടന്നു വരുവീൻ, യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ വരുവീൻ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.